ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. തോട്ടത്തിൻ്റെ നടുവിൽ ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ദൈവം സ്ഥാപിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആദത്തെ ഏദേൻ തോട്ടത്തിൽ ആക്കിയതിന് ശേഷം ആദത്തിനു വേണ്ടുന്നതെല്ലാം ദൈവം അവിടെ കൊടുത്തു. പാർപ്പിടം കൊടുത്തു, ജീവിത പങ്കാളിയെ കൊടുത്തു, ഫലവൃക്ഷങ്ങൾ കൊടുത്തു, കൃഷി ചെയ്യാൻ സ്ഥലം കൊടുത്തു, എല്ലാം കൊടുത്തു. അവസാനം ദൈവം ഒരു കൽപ്പനയും കൊടുത്തു. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നും, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വൃക്ഷത്തിൽ നിന്നും ഫലം ഭക്ഷിക്കരുത്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നമുക്ക് തരുന്നുണ്ട്. എന്നിട്ട് നമുക്കും ഇതുപോലെ നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ട് ഉള്ള കൽപ്പനകളും നമുക്ക് തന്നിട്ടുണ്ട്. ആ കൽപ്പനകളെ പിൻചെന്നുകൊണ്ട് നന്മയിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നാം ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നത്. സ്നേഹമുള്ളവരെ, കൽപ്പനകൾ തന്നത് ദൈവമാണ്. ആ കൽപ്പനകളെ തെറ്റിക്കുവാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ല. ദൈവം തന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.